ദൈവസേനയെ താഴെയിരിക്കാൻ നാം എല്ലാവരും 18 വാക്യങ്ങളാണ്. 17 വാക്യങ്ങൾ പ്രതിവാക്യമായി വായിക്കുകയും 18ാമത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കുന്നില്ല. എല്ലാവരും എടുക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എന്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരെ നീ പിന്നെ ഓർക്കുന്നുമില്ല. അവർ നിന്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. എന്റെ ക്രോധം എന്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു. എന്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകുന്നു. യഹോവേ, ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എന്റെ കൈയുടെ നിന്നിലേക്ക് മലർത്തുകയും ചെയ്യുന്നു. ശവക്കുഴിയിൽ ഒരുത്തങ്ങളെ സഹിച്ചു വലഞ്ഞിരിക്കുന്നു. അവ ഇടവിടാതെ വെള്ളം പോലെ എന്നെ ചുറ്റുന്നു. അവ ഒരു പോലെ എന്നെ വളയുന്നു. ചേർന്ന് വായിക്കാം. നമ്മളെ കരങ്ങളെ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിക്കാം. നീണ്ട നാളുകൾ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് സ്തുതിയായിരുന്നല്ലോ. നമ്മുടെ കൺവെൻഷൻ എന്നുള്ളത് നമ്മുടെ കൺവെൻഷന്റെ അനുഗ്രഹമായ രീതിയിലുള്ള കൺവെൻഷൻ നടന്നു പോകാനായിട്ട് നമ്മുടെ കൺവെൻഷന് ശേഷമായിട്ട് കൂടുന്ന ആദ്യത്തെ സഭായോഗമാണല്ലോ ഇന്നത്തെ സഭ. ഇന്ന് ചില പ്രിയപ്പെട്ട നമ്മുടെ മധ്യത്തിൽ വന്നിട്ടില്ല. ഇവിടെ ആരാ വരാത്തത്? നിങ്ങളുടെ ഭാഗത്ത് ആരെങ്കിലും വരാനുണ്ടോ? അമ്മാവും വരണം. അമ്മാവൻ രാവിലെ ശാന്തമ്മ അമ്മാവൻ രാവിലെ ഒരുങ്ങി പോകുന്നുണ്ട്. അവിടെ പോയി ഒരുങ്ങി പോകുന്ന ഞാൻ കണ്ടായിരുന്നു. അവൻ വന്നിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ആരൊക്കെയോ ഷാജിയൊന്നും വന്നില്ല. ഉണ്ടോ? അപ്പോൾ ഷാജിയണ്ണന്റെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. പിന്നെ ജയനും ജയമോളും കുഞ്ഞുങ്ങളും സഹോദരങ്ങള് പനിയാൽ ഭാരപ്പെടുന്നു. ഇന്നോടെ കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച അവർ കടന്നു വരും. ഞാൻ അവരെ കടന്നുപോയി കണ്ടതാണ്. അവരെ വളരെ എല്ലാവരും രോഗത്താൽ ഭാരപ്പെടുകയാണ്. ആ സഹോദരനാണ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് എന്നെ എഴുന്നേറ്റ് കണ്ടത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് മോളിയാൻറ്റി വന്നിട്ടില്ല, ഓമനയാൻറ്റി വന്നിട്ടില്ല, സിന്ധു ചേച്ചി വന്നിട്ടില്ല. മോളി സഹോദരി ആ പറഞ്ഞ സിന്ധു ചേച്ചി വന്നില്ല. സെക്രട്ടറി ചേച്ചിയും കൂടെ കാഴ്ചശക്തി കുറവാണ്. അപ്പോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരാത്തവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അടുത്ത ആഴ്ച അവർ വരാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് ഇല്ലാത്ത ആളുകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അടുത്ത ആഴ്ച പ്രിയപ്പെട്ടവരും നമ്മളോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാനായി. സ്തോത്രം. തന്നെ വളരെ സന്തോഷകരമായ ഒരു വലിയ അനുഭവം നമുക്ക് ദൈവം നമുക്ക് തന്നു. എന്താണ്? നമ്മുടെ കൺവെൻഷനൊക്കെ അനുഗ്രഹമായിട്ട് നടന്നു. ഒരു മഴ കൺവെൻഷനാണ് നമ്മുടെ കൺവെൻഷൻ. പക്ഷേ 11ാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ മഴയില്ലാതെ ആമേൻ ദൈവത്തിന് സ്വന്തം 3 ദിവസവും ദൈവ ഐശ്വര്യമായിട്ട് നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. ആയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ നമ്മളെ കൺവെൻഷന്റെ നിയോഗ പ്രിയപ്പെട്ടൊരു കൺവെൻഷൻ കാണുന്നു. ഈ ദിവസം നമുക്ക് ലൈവൊക്കെ ഉണ്ടായിരുന്നു. ലൈവിലൊക്കെ നമ്മളെയൊക്കെ പിടിച്ച് നമ്മളെയൊക്കെ കാണാൻ നിയോഗര് കണ്ടു. ലൈവിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു കണ്ടു. നമ്മളെ സഭയെക്കുറിച്ച് പലരും പറഞ്ഞു. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സഹകരിച്ച സഹായിച്ച ചേർന്ന് നിന്ന് ദർശനത്തോട് ചേർന്ന് നിന്ന ദൈവസഭയ്ക്ക് എൻ്റെ കുടുംബത്തിൻ്റെയും വിശേഷാൽ നന്ദി ഞങ്ങൾ പ്രാരംഭമായിട്ട് തന്നെ അറിയിക്കുകയാണ്. സഭയുടെ കൂട്ടായ പ്രവർത്തനമാണ് നമ്മുടെ കൺവെൻഷന്റെ വിജയം എന്നുള്ളത് വിസ്മരിക്കാവുന്നതല്ല. നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികൾക്ക് ദൈവത്തിന് നന്ദിയോടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും 1000 തലമുറയോളം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കൺവെൻഷനെ കണക്കൊക്കെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. ആ തലത്തിൽ അനുഗ്രഹം മുമ്പോട്ട് പോകട്ടെ. 88ാം അധ്യായം സങ്കീർത്തനങ്ങൾ 88ാം അധ്യായമാണല്ലോ നമ്മളിവിടെ വായിക്കുവാനായിട്ട് ഇടയായി.
88 സങ്കീർത്തനം വളരെ മനോഹരമായിരിക്കുന്ന ഒരു സങ്കീർത്തനം. തിരുശോല 88 സങ്കീർത്തനം ആരാണ് രചിച്ചത് എന്നറിയാമോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം. ആരാണ് രചിച്ചത്? വായിച്ചോ. ഒരു ഗീതം കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. ഒരു ഗീതം കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. കോരഹപുത്രന്മാരാണ് ഈ സങ്കീർത്തനങ്ങൾ രചിച്ചത്. സംഗീത പ്രമാണിക്ക് മഹലത്തിലാകത്തിൽ പ്രതിപാദത്തിലായ എസ്രാഹ്യനായ ഹേമാന്റെ ഒരു ധ്യാനം. എസ്രാഹ്യനായ ഹേമാന്റെ ഒരു ധ്യാനമാണ് ഈ സങ്കീർത്തനം. നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതൊരു ധ്യാനമാണ്, ഇതൊരു പ്രാർത്ഥനയാണ്. സങ്കീർത്തനങ്ങളൊക്കെ നമ്മളെ ആരാധന ഇന്നലെ നമ്മൾ കേട്ടതല്ലേ, അനിഷ്കാവന മാസം പ്രസംഗം ഞങ്ങൾ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുന്ന പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം വളരെ ആധികാരികമായിട്ട് അവിടെ പ്രസംഗിക്കുന്നത് നല്ല മെസ്സേജാണ്. ഇവിടെ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ അനുഗ്രഹമാണ്. നമ്മൾ വായിച്ചത് 88 സങ്കീർത്തനമാണ്. ഇതൊരു ധ്യാനമാണ്, ഇതൊരു പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിന്റെ ഒന്നാമത്തെ ഭാഗത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, എന്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പിൽ വരുമാറാകട്ടെ. നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. ദൈവത്തിന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? നിലവിളിയും പ്രാർത്ഥനയൊക്കെ ദൈവമക്കളുടെ അത്യന്താപേക്ഷിതമാണ്. നിലവിളിയും പ്രാർത്ഥനയൊക്കെ വേണമെങ്കിൽ നിലവിളിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ലജ്ജിക്കപ്പെടരുത്. ദൈവസന്നിധി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കുന്നതിൽ ലജ്ജിക്കപ്പെടരുത്. സ്തോത്രം. ചിലർക്കൊക്കെ ലജ്ജയാം. എങ്ങനെ പ്രാർത്ഥിക്കും? കോച്ചറി പ്രാർത്ഥിച്ചാൽ ഞാൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് നമ്മൾ എങ്ങനെയാ നിലവിളിക്കണം? എന്റെ ദൈവമേ, നമ്മൾ നിലവിളിക്കുന്നത് എങ്ങനെയാ? എങ്ങനാ? ദൈവമേ, നീയല്ലാതെ എനിക്ക് ആരും എന്നെ സഹായിപ്പാനായിട്ട് വേഗം ഇറങ്ങി വരണമേ. നീ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ, വേറെ ആരും ആശ്രയമുള്ളൂ. വേറെ ആരും നമ്മളിവിടെ കേട്ടു. കൂടുകളെ കൂടെ ഇച്ചിരി കൂടെ മാറിയതേ, അവരെ കാണാനായിട്ട് ഇച്ചിരി കൂടെ മാറിയതേ. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിളക്കി. ഈ കഴുകനെ കുറിച്ചാണ്. കഴുകൻ മക്കളെ പറക്കാൻ പഠിപ്പിക്കുന്ന അങ്ങനെയാണെന്ന് കഴുകൻ എന്ത് ചെയ്യുന്നറിയോ? തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് കൂടിളക്കി എന്ത് ചെയ്യും? പറക്കും. അപ്പൊ കുഞ്ഞുങ്ങളെ കൊണ്ട് പറക്കുമ്പോൾ ഇന്ന് മുകളിൽ ചെന്നിട്ട് കഴുകൻ ഇങ്ങനെ ചിറകങ്ങ് ചെരിച്ച് ഈ കുഞ്ഞുങ്ങളെ താഴേക്കിടുന്നു. അങ്ങനെ താഴേക്കിടുമ്പോൾ ഈ കുഞ്ഞങ്ങ് നിലവിളിക്കും, അയ്യോ ഞാനിപ്പോ മരിക്കാൻ പോകുവാണ്. സകല പിടിയും പോയി, ആരുമില്ല, താഴേക്ക്. പക്ഷെ മുകളിൽ നിൽക്കുന്ന ഈ കഴുകൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാ. അതിങ്ങനെ പെട്ടെന്ന് താഴെ നിലംപതിക്കാകാൻ സമയം അല്പമേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പറന്നു വന്ന ഇതിനെ ഇങ്ങനെ ചിറകിൽ പതിക്കും. പിന്നെ നിലംബരിയായി നാം ചിറകുകൾ അതിന്മേൽ പതിച്ചു. അങ്ങനെ 1-2 വട്ടം ആകുമ്പോൾ ഈ കഴുകൻ കുഞ്ഞ് എന്ത് ചെയ്യുന്നറിയാമോ? എന്തായി തീരും? തന്നെ പറക്കാൻ പഠിക്കും. ചില സമയത്ത് നമ്മൾ തന്നെ ഒന്ന് പറക്കണം. നമ്മൾ തന്നെ പറക്കാൻ വേണ്ടി, നമ്മൾ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം നമ്മൾ എന്ത് ചെയ്യുന്നേ? ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചില കഷ്ടതകളിലൂടെ പ്രതികൂലങ്ങളിലൂടെ ഒക്കെ ദൈവം എന്ത് ചെയ്യുന്നേ? സ്വന്തം ഇവിടെ പറയുകയാ, യഹോവേ, എന്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, രാവും പകലും തിരുസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? രാവും പകലും തിരുസന്നിധിയിൽ വിളിക്കും. രാവും പകലും. ചിലര് നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുന്നത്? രാത്രി പ്രാർത്ഥനമായിട്ട് പ്രാർത്ഥിക്കും. അത് പകല് പ്രാർത്ഥിക്കും. പകല് പ്രാർത്ഥന, രാത്രി. സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ കാലത്തും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം എന്ത് ചെയ്യും? ബോധിപ്പിച്ച് ഈ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, ആരാധിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം? ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സുവിശേഷം പറയേണ്ട സമയത്ത്
സഹായം ചെയ്യേണ്ട സമയത്ത് എന്ത് ചെയ്യണം? സഹായം ചെയ്യണം. അപ്പൊ ഓരോന്നിനും ഓരോ കാലം, ഓരോ സമയമുണ്ട്. ആ സമയത്തൊക്കെ അത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യണം. അല്ലാതെ ഈ സമയം കഴിഞ്ഞ് നാളെ ചെയ്യാമെന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്. നാളെ ചെയ്യാമെന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇന്നലെ അങ്ങ്. പണ്ടൊരാള് മരിക്കാനായിട്ട് തീരുമാനിച്ചു. മരിക്കാൻ അല്ല സോറി, ഈ ബുക്ക് പൊട്ടിച്ച് ഇങ്ങനെ വേദപുസ്തകം പൊട്ടിച്ച് നോക്കുന്ന ആളുകൾ ഞാനങ്ങനെ ചെയ്യൊക്കെ. ഈ വേദപുസ്തകമൊക്കെ ചില സമയത്ത് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ നോക്കും. അപ്പോ അങ്ങനെ ചെയ്യുന്ന ആളുകൾ, നിങ്ങളിങ്ങനെ വേദപുസ്തകം പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടോ? വേദപുസ്തകം ഇങ്ങനെ അപ്പോ ഇങ്ങനെ വേദപുസ്തകം ഒരു വലിയ എന്തോ ഒരു കാര്യം വേദപുസ്തകം ഇങ്ങനെ പൊട്ടിച്ച് എന്തുവാ പൂസൊക്കെ അടിച്ചു കയറി പാമ്പ് പിടിച്ച് അമ്മക്കൊക്കെ ഇട്ടില്ല. അപ്പോ ഇങ്ങനെ വേദപുസ്തകം പൊട്ടിച്ച് നോക്കിയപ്പോൾ കണ്ടൊരു കാര്യമുണ്ട്. യൂദ കെട്ടിയാണ്. ഓ ശരിയല്ലേ, വേറെ ഒരെണ്ണം കൂടെ എടുക്കാം എന്ന് പറഞ്ഞ് പുള്ളി അടുത്ത മറിച്ച് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ മറിച്ച് നോക്കണം. വായിച്ചപ്പോൾ നീയും അങ്ങനെ തന്നെ, നീയും അങ്ങനെ തന്നെ. ഉടനെ ഇവിടെ ഓ ശരിയല്ല, നമുക്ക് വേറെ ഒന്നും കൂടെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കാം. എന്തിന് താമസിക്കുന്നു, വേഗമാകട്ടെ. പുള്ളി പെട്ടെന്ന് ഓ ശരിയാകില്ലെന്ന് പറഞ്ഞോണ്ട് പിന്നെ വേദപുസ്തകം പൊട്ടിച്ചെന്ത് ചെയ്തിട്ടില്ല. അപ്പൊ ചിലരൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ വേദപുസ്തകം പൊട്ടിച്ച് വായിക്കുന്നത് പിന്നെ പേര് വരുമ്പോൾ സങ്കീർത്തനം 91 തലയുടെ ചോട്ടിലെടുത്ത് സ്വത്രം. ഞാൻ പറഞ്ഞത് ഇവിടെ സങ്കീർത്തനൊക്കെ പറഞ്ഞു, ഞാന് കാലത്തും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം സങ്കടം ബോധിപ്പിച്ച് കരയും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു രാവും പകലും. രാവും പകലും അവൻ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുമ്പോൾ രാവും പകലും എന്ത് അറിയാം? ഓരോരോ കണ്ണുനീർ കൊടുക്കാനാണ് പറയുന്നത്. ഇതിനറിയാമോ? വഴിത്തലയ്ക്കൽ പെട്ടിരിക്കുന്ന നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കരയണം. തലമുറകൾക്ക് വേണ്ടി ദൈവമക്കൾ ഇന്ന് കരയണം കേട്ടോ. തലമുറകൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കരയണം. മക്കൾക്ക് വേണ്ടി കരഞ്ഞാൽ ആ മക്കളൊന്നും നശിച്ചു പോകത്തില്ല. ഈ തലമുറകളെയൊക്കെ വെച്ച് ദൈവസേന പ്രാർത്ഥന. ഞാൻ എൻ്റെ പൊന്നു സെക്രട്ടറി ഞാനിങ്ങനെ ആലോചിക്കുക, ഇവിടെ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യം തലമുറകളോ സംബന്ധിച്ചിട്ടില്ലേ? 1, 2, 3, 4, 5, 6. ഇവിടെ തലമുറകൾക്ക് വേണ്ടി മാസം പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾക്ക് 6 പേർക്ക് അല്ല 7 പേർക്ക് തലമുറകൾ. ഞങ്ങളുടെ തലമുറകൾ നശിച്ചു പോകരുതെന്ന് ഞങ്ങൾക്ക്. ഇത് തലമുറകളെ വേണ്ടി പ്രാർത്ഥിക്കാതെ ഉപവസിക്കാതെ സഭയിൽ ഉപവാസ പ്രാർത്ഥന ഇത് വന്ന് പണിയാണ്. 3 ദിവസം എനിക്ക് പോകുക. ആർക്ക് വേണ്ടി കൊടുക്കാനാ? കുഞ്ഞുങ്ങൾക്ക് പയറിറച്ചി കൊണ്ടുവന്ന് കൊടുക്കും. ഇത് തിന്നിട്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അവിടെ വെക്കിട്ട്. ഞാൻ പറഞ്ഞത് എല്ലാത്തിനേക്കാളും ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ഇതിപ്പോ നമ്മുടെ വർഷം തുടങ്ങിയോളൂ. 2 വർഷം കഴിഞ്ഞ അടുത്ത മാസം തൊട്ടാണ് നമ്മുടെ 1 വർഷം തുടങ്ങുന്നത്. ഈ വർഷം തുടങ്ങി. ഇതിന്റെ കണക്കെല്ലാം വായിക്കും. ഇനി മുതൽ എല്ലാ മാസത്തിലും ഇവിടെ എല്ലാവരും ഉണ്ടായിരിക്കണം കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി. പിന്നെ എഴുന്നേറ്റ് അങ്ങനെ പ്രാർത്ഥിക്കാൻ വരാത്തവർ എഴുന്നേറ്റ് എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാക്ഷ്യം പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരാത്തവർ ഞങ്ങൾക്ക് അതിന് സൗകര്യം ഇല്ല എന്നുള്ളത് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഇവിടെ രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഉപവാസ പ്രാർത്ഥന വെച്ച് ദൈവമക്കൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ പണിക്കും പേരയ്ക്കും പോയി മാർക്കപ്പണിക്കൊക്കെ പോയി എന്തോ നല്ല സാപ്പാടാണ്. ഇറച്ചിയും കപ്പയും അതുമെല്ലാം മേടിച്ച് തട്ടിയിട്ട് 6 മണിക്കൊക്കെ പോയത് തിരിച്ചു വരുമ്പോൾ കപ്പുരുവാനും മേടിച്ചുകൊണ്ട് വെല്ലുമ്പളേക്ക് കപ്പുരുവാനൊക്കെ മേടിച്ചു വരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മളിവിടെ
ഒരു വക പോലും കഴിക്കാതെ ഇരുന്ന് പട്ടിണി പ്രാർത്ഥിച്ച് നമ്മളോട് വിറ്റം തന്നിട്ട് എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അക്കുവേ ആനിമ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട് ഇവിടെ? ഇല്ലല്ലോ. ആ വേണ്ട, അക്കുവിനെ കൃത്യമായിട്ട് അറിയാം. അക്കു അതുകൊണ്ട് ഞാനും വരാത്തത്. സെക്രട്ടറി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അക്കുവേ പ്രാർത്ഥിക്കണം കേട്ടോ, നല്ല. അടുത്ത ആഴ്ച നമുക്ക് അക്കുവിനെ കൊണ്ട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞത് തലമുറകൾക്ക് വേണ്ടി ഞാൻ ഇന്ന് ഇവിടുന്ന് എനിക്ക് ദൈവം ഓർപ്പിക്കുകയാണ്. നമ്മുടെ തലമുറകളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സഭയുടെ വീടുകളിൽ നിന്ന് ഒരാളെങ്കിലും, പ്രത്യേകിച്ച് എനിക്ക് സഹോദരിമാരോട് പറയാനുള്ളത്, ദൈവമക്കൾ നിങ്ങൾ ഇവിടെ പിതാക്കന്മാർ പറഞ്ഞു കേട്ടോ. പിതാക്കന്മാർ മക്കളുടെ മഹത്വം പിതാക്കന്മാർ. ബിനുസോഹറിനെ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ തിങ്കളാഴ്ച പ്രാർത്ഥന. എനിക്കറിയാം ബിനുസോഹറിന്റെ വിഷമം. അദ്ദേഹത്തിന് പ്രാർത്ഥന സമ്മതിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് ഞാനിവിടുന്നപ്പോ എനിക്ക് ദൈവാത്മക തന്ന കാര്യമാ. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഇച്ചിരി കൂടെ ഊർജപ്പെടണം. തലമുറകൾക്ക് വേണ്ടി നമ്മൾ ഇച്ചിരി കൂടെ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറ നശിച്ചൊന്നും പോകാൻ പോകുകയല്ല. നമ്മുടെ തലമുറകൾക്കുള്ള അനുഗ്രഹങ്ങൾ. ഞാൻ പറഞ്ഞത് നിങ്ങൾ തലമുറ നശിക്കാൻ പോവുക പ്രാർത്ഥിക്കാനല്ല. ദൈവം പറഞ്ഞ തലമുറകൾക്ക് വേണ്ടി ചില വാഴികൾ തുറക്കപ്പെടാൻ പോവുക. തലമുറകളുടെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകാൻ പോവുക. ചില തലമുറകളുടെ പേര് രോഗസൗഖ്യം വ്യാപരിക്കാൻ പോവുക. ചില തലമുറകളുടെ പേര് അഭിഷേകം വ്യാപരിക്കാൻ പോവുക. അതുകൊണ്ട് നാം അടങ്ങിയിരിക്കരുത്. നമ്മുടെ ദൈവസഭയിലെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷേ തലമുറകളെ അടക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശക്തിയോടെ പ്രാർത്ഥിക്കണം. അവിടെ നിൽക്കട്ടെ. ഭാഗത്തേക്കൊന്ന് കടന്നു പോയത് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ കാലത്തും വൈകിട്ടും കരയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കരയും. വൈകിട്ട് കിടക്കാതെ ഞാൻ കരയും. അത് മാത്രമല്ല, എനിക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ ദൈവസഭയിൽ കരയും. അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ അവരനുഗ്രഹിക്കപ്പെടും. രാവിലെ അല്ലെ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ അല്ലെ ഞാൻ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായി. അതിരാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ ആളുകളൊക്കെ നമ്മുടെയൊക്കെ വീടുകളൊക്കെ അതിരാവിലെ പ്രാർത്ഥിക്കും. നമ്മുടെ വീടുകളിലില്ല ഉണ്ടോ? അതിരാവിലെ അതിരാവിലെ നാട്ടിലേക്കാ സമയക്കാരത്തില്ല പാട്ട്. ഇന്ന് വരെ ആ സമയം പാട്ട് പാടിയിട്ട് വല്യപ്പച്ചനെ കൊണ്ട് നിർത്തിയത് അതോടുകൂടി. പിന്നെ അമ്മ പാടുന്ന അച്ഛൻ പാടിയിട്ട് കവിത പാടി. നമ്മളെല്ലാം വീടുകൾ അങ്ങനെ തന്നെ. സെക്രട്ടറി അമ്മ പാടി കേട്ടിട്ടുണ്ടോ? പാടിയിട്ടുണ്ടോ? പകല് പാടി. പിന്നെ ഇപ്പോഴും പാടി അല്ലേ? ഇപ്പം ഉച്ചയ്ക്ക് 11:30 നമ്മളെല്ലാം അതിരാവിലെ എഴുന്നേറ്റ് പാട്ട് പാടും. ഈ നമ്മളിതൊരു വലിയ ഇവിടെ എന്റെ ഫോണിൽ പിശാചിന്റെ കോട്ടയാണ്. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഈ പോകുമ്പോൾ ഒരേ വഴി കൂടെ ഒന്നും പോകാൻ പറ്റത്തില്ല. അതൊക്കെ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴില്ല. നേരത്തെ ഉണ്ടായിരുന്നു. ഓരോ വഴികളിലൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. പല ആള് ഞങ്ങൾക്ക് പലതിനും കണ്ടിട്ടുണ്ട്. ഇതിന് വേണ്ടിയൊക്കെ ചുമ്മാ നടക്കുന്ന സമയമില്ല. അപ്പം ഈ പോക്കും വരവും ഒക്കെ നിന്നത് എപ്പോഴാണെന്നറിയാം? ദൈവമക്കൾ ഇതിനകത്ത് ഓരോ മുക്കിനും മൂലയിലും പ്രാർത്ഥനകൾ. സത്യം പറയുക ഉമ്മ പറയുക.
അങ്ങനെയുള്ള സമയങ്ങൾ എഴുന്നേറ്റപ്പോൾ പ്രാർത്ഥനക്കാർ എഴുന്നേറ്റപ്പോൾ കോളനിക്കകത്ത് ഇങ്ങനെയുള്ള ഒരു അന്ധകാര ശക്തിയുടെ പ്രവർത്തനം നിൽക്കാൻ ഞാൻ പറഞ്ഞത് ഇപ്പൊ അതങ്ങനെ വ്യാപരിക്കുന്നുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ നാളുകൾ വീണ്ടും ദൈവജനം പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേക്കണം. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ആമേൻ. വൈകുന്നേരം നിങ്ങൾ കുടുംബങ്ങളിൽ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. അങ്ങനെയൊക്കെ കുടുംബങ്ങളിൽ ചിലപ്പോൾ ഞങ്ങൾ ദൈവദാസന്മാരാണ്, എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ദേവദാസിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഉത്തരവാദിത്തോടെ ചെയ്യും. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ മൂത്തവന് 13 വയസ്സ്, ഇളയമാർക്ക് 6 വയസ്സായി. പ്രാർത്ഥിക്കാം. സ്തോത്രം. അങ്ങനെ കുടുംബ പ്രാർത്ഥനകളുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. നമ്മളൊരു പ്രാർത്ഥനയില്ല, കൂട്ടായ്മയിൽ ഇങ്ങനെ അങ്ങ് നടക്കുക. എന്തിനാ? പണിക്കും വേലയ്ക്കുമായിട്ട് സമ്പാദിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? എല്ലാം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? തിങ്കളാഴ്ച പറഞ്ഞുകൊണ്ട് വരുന്ന എല്ലാം ചൊവ്വാഴ്ച ആൾക്കാർ എന്ത് ചെയ്യാം? ഇനി ഒരു ലോൺ എടുത്താൽ അതുകൊണ്ട് ഒരു പ്രയോജനം, എന്നാൽ ഏറ്റവും വലിയ കടം വീട്ടും. അപ്പൊ അതിനും പ്രയോജനമില്ല. ഈ ലോൺ അടയ്ക്കാൻ കടം മേടിക്കും, പിന്നെ ലോൺ എടുത്ത് കടം മേടിക്കും. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ നാളുകളിൽ കൂടുതൽ പ്രാർത്ഥനയ്ക്കാത്ത സമയങ്ങൾ. ഇവിടെ ദൈവസനി കരയുന്ന, ദൈവത്തിന്റെ ദാസനൊരിക്കൽ പറഞ്ഞു, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ തീനെത്തിച്ചു കൊടുക്കുന്ന ആരാ? കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ തീനെത്തിച്ചു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കാൻ സ്വന്തം നമ്മുടെ ആവശ്യങ്ങളെ വെച്ചുകൊണ്ട് നാം ദൈവസനി കരയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്ന. ദൈവത്തിന് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ കൊണ്ടുപോവാ. നമ്മുടെ കർത്താവ് പറയുക, നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ. നിങ്ങൾ ആ വിഷയങ്ങൾ, നിങ്ങൾക്ക് ഒരു വിഷയം പരിഹരിക്കാൻ പറ്റില്ല, ഒരു കാര്യം പരിഹരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ വിഷയങ്ങൾ ആരുടെ അടുക്കൽ കൊണ്ടുവരണം? കർത്താവിന്റെ അടുക്കൽ കൊണ്ടുപോകും. കർത്താവിന്റെ അടുക്കൽ കൊണ്ടുപോകാം. ഉപവസിക്കാൻ കൊണ്ടുവന്നില്ല. ചിലർക്കൊണ്ടൊക്കെ ചില ശീലങ്ങൾ മാറ്റാൻ ബുദ്ധിമുട്ടാണ്, സാധിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക? ആ വിഷയം വെച്ച് ദൈവത്തിന് എന്ത് ചെയ്യാം? ഉപവസിക്കണം. ചില കാര്യങ്ങൾ നമ്മൾ മാറിപ്പോകുന്നില്ല. ജീവിതത്തിൽ ഞെരുക്കം മാറുന്നില്ല, അരിഷ്ടതകൾ മാറുന്നില്ല, രോഗങ്ങൾ മാറുന്നില്ല. ആ വിഷയങ്ങൾ വെച്ച് ദൈവത്തിന് എന്ത് ചെയ്യാം? ഉപവസിക്കണം. സ്വത്രം ചില തീരുമാനം എടുത്ത് നമ്മൾ ഉപവസിക്കണം. ഒരു 7 ആഴ്ച, 3 ആഴ്ച, അല്ല 3 ദിവസം, 7 ദിവസം, 21 ആഴ്ച അങ്ങോട്ട് ഉപവസിക്കണം. അവിടുന്ന് പരിഹാരം വരുത്തുന്ന ദൈവമാണ്. ദൈവത്തിന്റെ കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി എന്ത് ചെയ്യത്തില്ല, വിട്ടു മാറിപ്പോകത്തില്ല. ഉപവാസത്താലും. അപ്പൊ നമ്മൾ ഉപവസിക്കണം. എന്റെ പൊന്നു ദൈവമക്കളെ, ചില കാര്യങ്ങളൊക്കെ നമ്മളെ വിട്ട് മാറിപ്പോകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതെ കാര്യം സാധ്യമാകത്തില്ല. നാട്ടുകാരന്മാരി പ്രാർത്ഥനയാൽ അസാധ്യമായത് ഒന്നുമില്ല. പ്രാർത്ഥനയാൽ സകലവും സാധിക്കും. വിശ്വസിക്കുന്ന സ്വത്രം പറഞ്ഞേ, പ്രാർത്ഥിക്കുന്നവനാൽ അല്ലെ വിശ്വസിക്കുന്നവനാൽ സകലവും കഴിയുമെന്നാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ചിലർക്ക് വിശ്വാസമൊന്നുമില്ല, പക്ഷെ ഭയങ്കര പ്രാർത്ഥന. അവർക്ക് വിശ്വാസം ഇല്ലായ്യ, അവരുടെ അവിശ്വാസ നിമിത്തം ദൈവം വലിയ വീര്യപ്രവൃത്തി ഒന്നും അവരുടെ അവിശ്വസിച്ചാൽ ദൈവം വീര്യപ്രവൃത്തി ഒന്നും ചെയ്യും. വിശ്വസിച്ചാലേ ദൈവം ചെയ്യും വീര്യപ്രവൃത്തികൾ വരും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നമ്മുടെ വിശ്വാസം എങ്ങനെ ആയിരിക്കണം? സീറ്റി നമുക്ക് എങ്ങനെ വിശ്വാസം ഉണ്ടായിരിക്കണം? എങ്ങനെയുള്ള വിശ്വാസം? കടുകുമണിയോളമുള്ള കേട്ട വിശ്വാസി. നമുക്ക് എങ്ങനത്തെ വിശ്വാസം വേണ്ടേ? കടുകുമണിയോളം തികഞ്ഞ വിശ്വാസം. ചിലർക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എങ്ങനെ? ഞാന് ഈ കൺവെൻഷൻ ഇറങ്ങി 1 രൂപ പോലും കഴിയില്ല. 1 രൂപ പോലും. എന്തിനാണ്? വീട്ടിൽ പോലും ഒരു വക ഇല്ല. പാറുമാടി എന്നൊരു ഭവനത്തിൽ നിന്ന് ആദ്യം ഞങ്ങൾ വീട്ടിൽ സാധനം മേടിക്കാൻ പൈസ, അത് കഴിഞ്ഞാണ് കൺവെൻഷൻ പൈസ. കാരണം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നുണ്ട്. അതിൻ്റെ ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ ശനിയാഴ്ചയാണ് എന്നോ വെള്ളിയാഴ്ചയാണ് ഞാൻ പ്രസംഗിച്ചത് അല്ലേ. ഇച്ചിരിയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ, എനിക്ക് അതില്ല ഇതില്ല, അതുകൊണ്ട് ഞാൻ എന്നെ ചെയ്യും, അങ്ങനെ തീരുമാനിച്ചിരിക്കും. ഒന്നുമില്ല, ദൈവത്തിന് വേണ്ടി അങ്ങ് ഇറങ്ങി. ഉള്ളത് മതി, ദൈവത്തിന് അങ്ങ് കൊടുത്തോണം. ദൈവത്തിന് അങ്ങ് ഇത് ഉണ്ടെങ്കിലും കൊടുക്കത്തില്ല, ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്
ഇതൊക്കെ പൂട്ടി വെച്ചിട്ട് ആര് കൊണ്ടുപോകാൻ? ഇതൊക്കെ പൂട്ടി വെച്ചിട്ട് ആര് പൂട്ടി വെക്കുന്നല്ലേ? എന്റെ പൊന്നു ദൈവമക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ചുമ്മാ കിട്ടുന്ന നന്മയല്ല അവിടെ ഇവിടെ ചെലവഴിച്ച് ആരും കാണത്തില്ല. ആരും കാണുമോ? സ്വന്തം മക്കൾ പോലും കാണത്തില്ല. പിന്നെ പാവം പിടിച്ച പാസ്റ്റർ വരാതിരിക്കാൻ പറ്റത്തില്ല. ദശാംശ തോത്രാജ്യം വഴിപാടും മാധവരും തന്നില്ലേലും അടുത്ത് ചെയ്യുന്ന പറഞ്ഞ ആ പുള്ളിയുടെ തവേലയായിരുന്നു. ആ പുള്ളിയെ വിളിച്ചാൽ പറ്റുക. പിന്നെ പാവം പിടിച്ച പാസ്റ്റർ ഒരു സെക്രട്ടറി സമ്മതിക്കത്തില്ലെങ്കിൽ പോലും പാസ്റ്റർ ഒരു അഞ്ചത്തെ സെക്രട്ടറി എന്ത് ചെയ്യും? എനിക്ക് കമ്മിറ്റിക്കാർ സമ്മതിക്കത്തില്ല. എന്നാലും പാസ്റ്റർ കഴിയാൻ പറ്റത്തില്ല. സ്തോത്രം. ദൈവനാമത്തിൽ ദൈവനാമത്തിൽ കൊടുക്കണം, ദൈവനാമത്തിൽ ചെയ്യണം. ആരാധന പ്രാർത്ഥന ഉപയോഗിച്ച് ഒരു കാര്യത്തിൽ പോകും. ദൈവജനം പോലെ ശബ്ദത്ത് നീ എന്ത് ചെയ്യണം? വിശുദ്ധമായി കണ്ട് നിന്റെ കാൽ അതിനെ അടക്കി വെക്കണം. സ്തോത്രം. ശബ്ദത്തിൽ നിന്റെ കാൽ എന്ത് ചെയ്യണം? അടക്കി വെച്ച് അടങ്ങി നീ ദൈവസഭ വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട്. സ്തോത്രം. കിട്ടുന്ന നന്മയുടെ പങ്കൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ദൈവനാമത്തിന് നീ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു സെക്രട്ടറി, എനിക്ക് ഇന്ന് ഈ ആഴ്ച കിട്ടി കേട്ടോ. ഈ സഭയിൽ നിന്നുമല്ല. ഒരു പെണ്ണ് അവിടെ പോയി പണിതുകൊണ്ട് വന്ന ആദ്യ പൈസയുടെ ദശാംശരിക്കും. ഈ സഭയിലൊന്നുമല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ അഭിപ്രായം നിങ്ങളാരും തന്നില്ലേലും തരാൻ ഇഷ്ടം പോലെ ആൾക്കാർ. സ്തോത്രം പറഞ്ഞു. ഇവിടെ ആദ്യ ശമ്പളത്തിന്റെ ഒക്കെ തന്ന ആൾക്കാരെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പണക്കാരനായിട്ടിരിക്കും. കിട്ടുന്നതാണ് വേറൊരു പങ്ക്. സ്തോത്രം. ഇന്നലെ ഒരാള് ഇതിലെ പോലെ ഞാൻ ഇവിടെ എങ്ങോട്ടാണ് എന്നോട് ഞങ്ങൾക്ക് കാറും വണ്ടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് റേഷൻ മേടിക്കാൻ പോവാ. ഞാൻ കൊണ്ട് ഓടിച്ചെന്ന് പറയും ഞാൻ ഇന്നലെ പോയി മേടിച്ചത്. ഞാൻ ഇന്നലെ പോയി വണ്ടി ഇല്ലാത്തവർക്ക് ഇന്നാ പോയി മേടിക്കും. ഞാൻ ഇന്നലെ പോയി മേടിക്കും. കാരണം അത്ര നല്ല അനുഭവം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു സെക്രട്ടറി ചിലത് ഈ നല്ല കിട്ടുന്ന ശമ്പളത്തിന് ആദ്യം പാസ്റ്ററെ ഇതേ ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. എനിക്ക് തിരുസോരം തന്നില്ലേലും തിരുസോര ഇന്ന് എനിക്ക് നമ്മുടെ സഭയിൽ നിന്നല്ല വേറെ സഭയിലെ കുട്ടികളാണ് നമ്മുടെ സ്വതന്ത്രം പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ കൊടുത്തില്ലേലും ഭാഷ കിട്ടും. കരയുന്ന കാര്യം പറഞ്ഞതേ നമ്മുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവമാണ്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ തീരെത്തിച്ചു കൊടുക്കുന്ന ദൈവം. നോക്കേ, നമ്മൾ ദൈവത്തോട് കരഞ്ഞാൽ ദൈവം നിശ്ചയമായിട്ട് നമ്മുടെ ആവശ്യങ്ങളെ പരിഹരിക്കുവാനായിട്ടിടയായി തീരുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങോട്ട് പ്രവർത്തിക്കണം, വിശ്വാസത്തോടെ പ്രവർത്തിക്കണം, സമയങ്ങൾ വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവരെ ദൈവം തള്ളിക്കളയത്തില്ല. വ്യക്തിമായി ദൈവസന്നിധി നിലവിളിക്കുക അവന് കണ്ടു കാണത്തില്ല, യാതൊരു അറിവുമില്ല. പക്ഷേ യേശു കടന്നു പോകുന്ന ഓരാകല ശബ്ദങ്ങൾ അവൻ കേട്ടപ്പോൾ അടുത്തിരുന്ന ആളോട് ചോദിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നത്? അടുത്തിരുന്ന ആള് പറഞ്ഞു, നസറേയനായ യേശു അതിൽ കടന്നു പോവുകയാണ്. രാത്രി പ്രിയ ദൈവജനമേ, നിന്റെ അരികിലൂടെ യേശു ഒന്ന് കടന്നു പോകണേ. ആ കടന്നു വരുന്ന സമയത്ത് പിടിച്ചോണം. കടന്നു വരുന്ന സമയത്ത് കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അയ്യോ പറയരുത് കേട്ടോ. ദൈവത്തിൽ കടന്നു വരുന്ന അതാ പറയാ. സമയത്ത് അസമയത്തും എന്ത് ചെയ്തോണം? ഒരുങ്ങിയിരുന്നോണം. സമയത്തും എപ്പോഴാ വിടുതലിന്റെ സമയം എന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴാ അനുഗ്രഹത്തിന്റെ മോശോരി എപ്പോഴാ അനുഗ്രഹത്തിന്റെ സമയം എന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴാ വിടുതലിന്റെ സമയം എന്ന് പറയാൻ ഒരുങ്ങിയിരുന്നോ. സ്വന്തം പറഞ്ഞേ ആ ഒരുക്കമുള്ള ദൈവമക്കളെ ഓർത്തി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവ
ദൈവസഭയിലേക്കൊക്കെ വരാൻ വേണ്ടി ഒരു നല്ല ഒരുക്കം ഉണ്ടായിരുന്നു. അതിന് വേണ്ടുന്ന ഒരു ഒരുക്കം തലേ ദിവസമേ ഉണ്ടായിരിക്കും. ഞാൻ ഇന്ന് നേരത്തെ വന്നപ്പോൾ ചോദിച്ചു, എന്തോ വാസ നേരത്തെ ഞാൻ ഇന്നലെ ഒരുങ്ങിയിരിക്കുവായിരുന്നു. നിന്റെ കാത്തിരിപ്പ് നിഷ്ഫലമാകരുത്. സ്വതന്ത്രം. അബ്രഹാമിന് ഒരു ഒരുക്കം ഉണ്ടായിരുന്നു. അബ്രഹാം അതുപോലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് എന്ത് ചെയ്യും? പോപ്പെന്ന് പറയുമ്പോഴാണ് ഞാൻ ഇന്നലോട് പ്രസംഗിച്ചപ്പോ പോപ്പെന്ന് പറഞ്ഞത് ഞാൻ പിന്നെ കോപ്പല്ല പിന്നെ എന്താ കഴുതയ്ക്ക് കോപ്പ്, പടക്കോപ്പ്, കപ്പൽ കോപ്പ്, എത്ര കോപ്പ്? ഇതൊന്നും അറിയാത്ത ഒത്തിരി പേരുണ്ട്. എന്നിട്ട് അവരോട് കോപ്പിട്ടു ഒരുക്കം വിറകൊക്കെ കീറി എന്ത് ചെയ്തു? എല്ലാത്തിനും അടുക്കടുക്കായിട്ട് എന്ത് ചെയ്തു? എല്ലാം അടുക്കടുക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകുമല്ലേ? എല്ലാത്തിനും ഒരുക്കമാണ്. നമ്മുടെ കൺവെൻഷൻ നല്ല അടുക്കോടാണ് അല്ലേ? ഓടിയാണ്ടി എന്നോട് പറഞ്ഞു, ദൈവമേ ഇന്ന് വന്നില്ല, അത് മുട്ടിലാണ്. ഓടിയാണ്ടി എന്നോട് ഞാൻ മരിക്കുമ്പോൾ ഇതുപോലെ ഓടായിട്ട് ദൈവമേ ഓട്ടിന് വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പേടിക്കണ്ട, ഓടിയാണ്ടി മരിച്ച നല്ല അടിപൊളിയാടിയാണ് മരിക്കത്തൊന്നുമില്ല. അങ്ങനെ എപ്പം മരിക്കണം ആഗ്രഹിക്കുക അവര് മരിക്കത്തില്ല. മരിക്കണം ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യും? ആഗ്രഹിക്കാത്തവർ എന്ത് ചെയ്യും? ഓരോരുത്തർ ഇങ്ങനെ കിടക്കുമല്ലോ കുറേ നാളല്ലേ, അവര് മരിക്കത്തുമില്ല. കുറെ പേര് പോയാലും ഒരു എന്ത് ചെയ്യുന്നില്ല. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്ന നല്ല ഓർഡറായിരുന്നു എല്ലാം. അങ്ങനെ പറഞ്ഞു ഭക്ഷണത്തിന്റെ ക്രമീകരണം എല്ലാം കൃത്യമായി. അവിടെ ഞാനിന്റെ ഭാര്യയും കൂടെ 6:30 ആയാലും കുളിക്കത്തില്ലായിരുന്നു. 5 മണിയായപ്പോൾ അവിടെ കുളിച്ചോരിക്കും അല്ലേ? ഒരു കുഴപ്പമില്ല. കാരണം 5 മണി ആയപ്പോഴത്തേക്കും നമുക്ക് എന്ത് സംഭവിച്ചു? ആ ഭക്ഷണം എല്ലാം ഉണ്ടായി, അവിടെ എല്ലാം എല്ലാ ക്രമീകരണങ്ങളെല്ലാം ഉണ്ടായി, എല്ലാം നല്ല അടുക്കും ചിട്ടയോടും. പിന്നെ എനിക്കൊരു സങ്കടമുണ്ട്. ഞാൻ സ്റ്റേജിൽ കുടുങ്ങി. സ്റ്റേജിൽ എന്ത് ചെയ്യും? കുടുങ്ങി. എനിക്കൊന്ന് വെളിയിൽ ഇറങ്ങാനോ 10 പേര് കാണാനോ ഒന്നും കുടിയേൻ്റെ പണി അത് തട്ടിയായി സ്റ്റേജ്. അപ്പോൾ എത്രയല്ലോ സ്റ്റേജ്. എന്നാലും ദൈവം നമ്മളെ നടത്തി എല്ലാം ഐശ്വര്യമായിട്ട് ദൈവം നടത്തുവാണ്. എല്ലാ ഓർഡർ എല്ലാവരും ഐക്യമായി അവരവരുടെ ഡ്യൂട്ടികൾ അവർ കൃത്യമായി ചെയ്യും. നിങ്ങളെ ഓർക്കുമ്പോൾ ദൈവത്തിന് അവരെ സ്തോത്രം പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞത് ഒരു ഒരുക്കമുണ്ട്, എല്ലാത്തിനും ഒരു ഒരുക്കം. ദൈവമക്കളെ, നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും എല്ലാം ഒരു ഒരുക്കമുണ്ട്. കാര്യങ്ങളെല്ലാം കൃത്യമായി അലങ്കോലമായിട്ട് ഒന്നും എന്ത് ചെയ്യും? ഒരു കാര്യം അലങ്കോലമായിട്ട് എന്ത് ചെയ്യും? പണ്ട് പിള്ളേരുടെ കൈ ബ്ലേഡും അല്ലെങ്കിൽ മറ്റേ തെർമോക്കോളും ഇത് കിട്ടിയ പോലെ ആകരുത്. നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബീച്ച് അങ്ങനെ ആകെ എല്ലാം ഒരുക്കമുണ്ടാകും, അടുപ്പിച്ചിട്ടുണ്ടാകും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു അടുപ്പിച്ച്. അപ്പൊ നിങ്ങളൊക്കെ ഇത് പാസ്റ്റർ തന്നെയാണോ പറയുന്നത്? പാസ്റ്റർ തന്നെയാണോ ഈ സെക്രട്ടറി? എവിടെ കിട്ടി ദർശനം വിളിപ്പാടുന്ന ഇപ്പൊ സെക്രട്ടറി? ഞാനിവിടെ ഇല്ലാതെ എല്ലാത്തിനും നല്ല അടുക്കും ചിട്ടയാണ് ഞാൻ സെക്രട്ടറി കൃത്യമായിട്ടതെല്ലാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരടുക്കും ചിട്ടേ സെക്രട്ടറിയോട് കൂടെ എല്ലാവരും നിന്നു. നമ്മൾ വന്നപ്പോ എല്ലാവരും എന്റെ സിദ്ധോട് എപ്പോഴും പറയും, അയ്യോ 3.5 മാസം എന്ത് അടുക്കും ചിട്ടയാണ് കാര്യം. അടുക്കും ചിട്ട എങ്ങനെയാണ് ഇവിടെ കാണിച്ചിട്ട് ഞാൻ ഇനി അടങ്ങി. സെക്രട്ടറി മനോഹരമായിട്ട് കാര്യങ്ങളുണ്ടാകും. ഇങ്ങോട്ട് വന്നപ്പോ എല്ലാവരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വതന്ത്രം. അപ്പൊ എല്ലാത്തിനും ഒരു ഒരുക്കം, എല്ലാത്തിനും ഒരു അടുക്കച്ചിട്ടയും, എല്ലാത്തിനും ഒരു ക്രമീകരണം. അവരെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം. ഞാൻ മടങ്ങി വരട്ടെ. അപ്പൊ വ്യർത്ഥമായി ചോദിച്ചപ്പോൾ അടുത്തിരുന്ന ആൾ പറഞ്ഞത് യേശു കടന്നു പോകുക. ഏറ്റവും വലിയൊരു ശുശ്രൂഷ ചെയ്ത് അവനാ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കും. യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന അതെ അവളിലൊക്കെ സ്വത്രം അവളിപ്പോ പള്ളിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധനയ്ക്കൊക്കെ പോകുന്നുണ്ട്.
അല്ലെ അവർ ബന്ധക്കോസിൽ എന്ത് ചെയ്ത് ചേർന്ന് ദൈവത്തിന് മഹത്വം. നമ്മുടെ ജീവിതം കൊണ്ട് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കും. നമ്മുടെ അതരം കൊണ്ട് യേശുവിനെ പരിചയപ്പെടുത്തി. അടുത്ത നാൾ പറഞ്ഞത് യേശു പോകുക കണ്ടോ. ചിലരെ യേശുവിന് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ശുശ്രൂഷ ഇവിടെ നിങ്ങൾക്ക് ദൈവം തീരുമാനം എടുക്കാമോ? യേശുവിനെ കുറിച്ച് ചിലരോട് പറയും. ഞാൻ കഷ്ടം അനുഭവിക്കുന്നവർക്ക് യേശുവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ ചിലരെ യേശുവിലേക്ക് കൊണ്ടുവരും. എത്ര പേർക്ക് ഇന്ന് മകൾ തീരുമാനം എടുക്കാൻ കഴിയും? ഒരാൾ പ്രസംഗിച്ച ഈ ഇടയൻ പ്രസവിക്കത്തില്ല, ഇടയൻ പ്രസവിക്കും. നിങ്ങളുടെ സഭയിൽ എത്ര പേരുണ്ട്? ഞങ്ങളുടെ സഭ തുടങ്ങിയപ്പോൾ 10 പേരെ ഉള്ളത്. 10 പേരെ എത്ര വർഷം? 5-6 വർഷം ഒരാൾ പോലും വരുന്നില്ല. എന്നാ അറിയത്തില്ല. മോനെ എന്തുകൊണ്ടായി? ഇടയം പ്രസവിക്കൂ. പിന്നെ ആരാ പ്രസവിക്കുന്നത്? ആടുകളെ പ്രസവിക്കുന്നത്. നിങ്ങൾ എത്ര വിശ്വാസികളെ പ്രസവിച്ചിട്ടുണ്ട്? യഥാർത്ഥത്തിൽ പ്രസവിച്ചതിനെ പോലും വിശ്വാസിയാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതെ, യഥാർത്ഥത്തിൽ പ്രസവിച്ച പോലും വിശ്വാസിയാക്കാൻ നമുക്ക് പിന്നെയാ നമ്മളിനി വിശ്വാസികളെ പ്രസവിക്കാൻ. സ്തോത്രം. ആടുകളാണ് എന്ത് ചെയ്യുന്നേ? നിങ്ങൾ ഒരാളെ കൊണ്ടുവരണം. നിങ്ങൾ ഒരാൾക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം.